എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനിവിടെ കുഴപ്പമില്ലാതെ പോകുന്നു. ഇന്നിപ്പം ആക്ച്വലി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് സാന്ദ്രൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സാന്ദ്രൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചു. ഒരു തട്ടിക്കൂട്ടൽ പാർട്ടിയാണ്, കാരണം പെട്ടെന്നാണ് ഇതൊക്കെ നമ്മൾ തീരുമാനിച്ച് ചെയ്യണമെന്ന്. കാരണം സാന്ദ്ര വരുന്ന കാര്യം തന്നെ ഉറപ്പായിരുന്നില്ല. അപ്പോൾ പിന്നെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അതുപോലെ അങ്ങനെ ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി മലബാർ സ്റ്റൈൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് കുറേ പേര് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പം നമുക്ക് ഇന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, പോയാലോ? അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ സവോളയൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വഴറ്റിക്കൊണ്ടിരിക്കുക. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ആദ്യം സവോളയൊക്കെ വഴറ്റി മറ്റേ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ വഴറ്റി വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ ഭാഗം ഉണ്ടാക്കാം. ചിക്കൻ ഓൾറെഡി ഞാൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉണ്ടാക്കാൻ തുടങ്ങി വേണ്ടു. ഈ റെസിപ്പി പ്രത്യേകിച്ച് എല്ലാവരുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളെ ബിരിയാണി ഉണ്ടാക്കാൻ പോകുമെന്ന്. ഞാൻ ഓൾറെഡി സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള സവോള, പിന്നെ കാഷ്യൂനട്ട്, മുന്തിരി, പിന്നെ ഇത് നമ്മൾ കുറച്ച് ഗ്രേവിയിലിടുന്ന ഒരു സീക്രട്ട് സാധനമാണ്. ഇതും സവോള തന്നെയാണ്, പക്ഷേ ഇതാണ് നമ്മൾക്ക് ഗ്രേവിക്ക് കൂടുതൽ ടേസ്റ്റ് തരുന്ന സാധനം. അപ്പോൾ നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഇനി അടുത്ത ഞാൻ ഓർത്ത് നമുക്ക് വേഗം റൈസ് ഉണ്ടാക്കാം. റൈസ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആഷ്ലി ആണ് എനിക്ക് എല്ലാ സാധനങ്ങളും അരിഞ്ഞ് തന്നത്, കാരണം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോവും. അപ്പം എല്ലാ സാധനങ്ങളും അരിഞ്ഞ് തന്നു. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്മുടെ ബേ ലീഫ് ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്ത് നമ്മളെ ഇതിനെന്തായിരുന്നു പറയാം, ഏലക്കായ് ഇടും. കുരുമുളക്, പിന്നെ മറ്റേ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് കുറച്ച്. പിന്നെ സിനമൺ സ്റ്റിക്ക്. പിന്നെ ഈ ഒരു പൊടി പോലത്തെ സാധനം, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് നല്ല ഫ്ലേവർ കിട്ടുന്നൊരു സാധനമാണ്. ഞാൻ അതും കൂടി ഇട്ടു. കുറച്ച് പെരുംജീരകം ഇട്ടു. നമുക്ക് ഒന്നിത് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇടാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, കുറച്ചൊന്ന് എന്താ പറയുക മീഡിയത്തിൽ വെച്ചാൽ അതില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയത്. ഇത് അതിൻ്റെ മണം നമുക്ക് ചെറുതായിട്ട് കിട്ടാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് കുറച്ച് സവാള ഇതിനകത്തിടാം. കുറച്ച് ഇടുണ്ടു. ഈ ബാക്കി ഞാൻ ഇത് കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചതാണ്. നമുക്ക് ഇങ്ങനെ ഒന്നത് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് ഞാൻ ഇതിലിട്ടു. ഇനി അതൊന്ന് ഫ്രൈ ചെയ്ത് മറ്റേ ഗീയിൽ കുറച്ച് ഫ്രൈ ചെയ്യില്ലേ നമ്മളതപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് എൻ്റെ അകത്ത് വെള്ളമൊക്കെ പോയി ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാം ഇതിൻ്റെ അകത്ത്. അപ്പം ഞാൻ ഓൾറെഡി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അരി കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമണും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ലെമൺ നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മൾ അതിനകത്ത് അത് ഇട്ട് ഇനി നമ്മൾക്ക് ഇടേണ്ട സാധനം എന്ന് വെച്ചാൽ ഉപ്പാണ്. ഉപ്പ് നമ്മൾ എപ്പോഴും കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ചിട്ടിടണം. കാരണം നമ്മൾ കറിയിൽ ഉപ്പിടുന്നതാണല്ലോ. അപ്പം അതും കൂടെ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് ഉപ്പ് കുറക്കണം. കുഞ്ഞ് സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് കാരണം പാടാ. ഓക്കെ, നമ്മൾ ഉപ്പിട്ടു. ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി ഗ്രേവിയില്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റില്ലേ ആ കുറച്ച് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അത് എന്തിനാന്ന് വെച്ചാൽ ആ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അരിക്കും കൂടെ ആ ഒരു ഫ്ലേവർ വരും. അതാണ് അതിൻ്റെ മെയിൻ. നല്ലൊരു മണം വരും. നമുക്ക് അതും കൂടെ ആഡ് ചെയ്യും. ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇച്ചിരി കൊണ്ടുണ്ടോ അത്ര നമ്മളില്ല തൊട്ടു ഇച്ചിരി നമ്മൾ മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ ഗീ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ. ഞാൻ പിന്നെ സാധാരണ ഞാൻ ഇത്ര ഗീ ഇടലില്ല. പിന്നെ ഞാൻ കുറെ നല്ല ശേഷമാണ് പ്രോപ്പറായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഗീ എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. ഇല്ല ഞാൻ ഇത്ര ഇടലില്ല. അല്ല, അത് നിങ്ങളെ പാകത്തിനനുസരിച്ച്. ഒരുപാട് ഗീ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ഇടുക. അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കുക. ഇനി ഇതാടുന്ന ആവട്ട്. ഗൈസ്, നമ്മളെ റൈസ് കൂടെ റെഡിയായി. കണ്ടോ, നല്ല ഇങ്ങനെ എനിക്കിങ്ങനെ വേറെ പോലെ കിട്ടുന്നില്ലേ, ഇങ്ങനെ നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരി വേവിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രേവി ചിക്കൻ്റെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ സവോള ഇട്ടു, കുറച്ച് ഗീ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് സവോള ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഈ സവോളൊക്കെ ഇച്ചിരി വെള്ളം കൂടുതലാണ്. അത് കാരണം കണ്ടില്ലേ കുറച്ച് പാടാ അതൊന്ന് വറ്റി വരാൻ വേണ്ടി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി വന്നിട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മസാല പൊടികളൊക്കെ ഇടാം. അപ്പം ഞാനവിടെ സവാള റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇവിടെ വന്ന് നോക്കുക. ഇപ്പം ആഷ്ലി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയെന്ന്. ഇതൊക്കെ ലാസ്റ്റ് മിനിറ്റ് പരിപാടി ആയതുകൊണ്ട് കുറച്ചിങ്ങനെ അല്ലേ ആഷ്ലി? കുറച്ച് അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത്. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ആവട്ടെ, നമുക്ക് കുറച്ച് വൃത്തിക്ക് റെഡിയാക്കാം. അതെ, നമ്മളിതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ബലൂണും കൂടെ ഉള്ളൂ. ഗൈസ്, നമ്മൾ മലബാർ ബിരിയാണിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ്. അപ്പം അത് നമ്മളിതിലേക്ക് സവോള വഴറ്റി എന്നിട്ട് അതിനകത്ത് ഇടുക. നമ്മളിതിനകത്ത് ചുമ്മാ കുറേ വെറുതെ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടൂല കേട്ടോ. ഇതാണ് ഇടുക. ഗരം മസാല ഇടും. നമ്മളിത് വഴറ്റിയെടുക്കുക. അങ്ങനെ ഗൈസ്, നമ്മൾ ബിരിയാണിയിൽ ചിക്കൻ ഇട്ടു. എന്നിട്ട് നമ്മളെല്ലാം വഴറ്റി അടിപൊളിയാക്കി റെഡിയായി. എന്നിട്ട് നമ്മളതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടു. അതാണ് നമ്മളെ കാരമലൈസ്ഡ് ഓണിയൻ. അതും ഇട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ അതിനെ വേവിക്കാൻ വെക്കും. എല്ലാം കൂടി മിക്സ് ആകുമ്പം കുറച്ചൊരു ബ്രൗണിഷ് കളറായിട്ട് ഇതിന്റെ ഗ്രേവി വരും. അപ്പം അത് വന്നു കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചാൽ അതിന്റെ ഒരു പ്രോപ്പർ ഫ്ലേവർ കിട്ടും. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എന്താ പറയാ ഈക്വലായിട്ട് ആക്കിയിട്ട് ഞാൻ ഇപ്പൊ ഇതാ അടച്ചു വെച്ചു. ഇനി അത് അവിടെ കിടന്ന് വെന്ത് ഓക്കെ ആയി സെറ്റായി വരും. അപ്പൊ ഗൈസ്, നമ്മുടെ ബിരിയാണീന്റെ കറി ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു സാധനം ഇടുന്നുണ്ട്. അതാണ് തേങ്ങാപ്പാല്. കുറച്ചേ ഇടുള്ളൂ, ഒത്തിരി വേണ്ട. അതിനൊരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടെ ആഡ് ചെയ്യുക.
മതി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി വെച്ചിട്ടാകുമ്പോൾ അതും സെറ്റ് ആവാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ദമ്മിടാം. അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ ദമ്മ് ഇടാനുള്ള പരിപാടി നോക്കുക. ഓൾറെഡി കുറച്ച് ചിക്കൻ്റെ ഇങ്ങനെ ഗ്രേവി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ, വലിയ പ്രത്യേകമൊന്നുമില്ല. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഗാർണിഷ് ചെയ്യാം. കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് മുന്തിരി, പിന്നെ കുറച്ച് സവാള, പിന്നെ നമുക്ക് ഇച്ചിരി ക്യാരറ്റും കൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കി ഇടലൊന്നുമില്ല, പക്ഷെ ഞാൻ ഓർത്തു ഒരു രസത്തിനിടാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനൽ ടച്ച് ചെയ്തു. ഇനിയിപ്പം ഇത് കുറച്ച് ബാക്കിയുണ്ട്, അത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇനി ആഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ദമ്മിട്ടിട്ട് സെറ്റ് ചെയ്ത് വെക്കാനാണ് പോകുന്നത്. ബാക്കിയുള്ള റൈസ് നമ്മൾ ആ ബാക്കിയുള്ള ചിക്കനും കൂടെ മിക്സ് ചെയ്തോടെ വെക്കും. അത് എക്സ്ട്രാ ആണ്. അതപ്പോൾ നാളെയോ അല്ലെങ്കിൽ വേറെ ആയിരിക്കും വേണമെങ്കിൽ കഴിക്കാം. ഇത് നമ്മൾ ഓൾറെഡി ഇതെടുത്ത് വെച്ചത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളതിൽ മറ്റേ നാട്ടിൽ നമ്മൾ മറ്റേ ഗോതമ്പ് മാവ് ആക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിൽ വെക്കുക. ഇങ്ങനെ കുഴച്ചിട്ട് അതിനെ പശ പോലെ ആക്കിയിട്ട് അതാണ് നമ്മൾ ഇതിനകത്ത് വെക്കുക. പക്ഷെ ഇതിപ്പം അങ്ങനെയൊന്നും നമുക്ക് സമയമില്ല, ഒരു വലിയ പണിയാണ്. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ചെയ്തു. ഇങ്ങനെയാലും ആവും. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് സെറ്റായി. ഇത് സെറ്റായി. നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. പിന്നെ സമയം ഉണ്ടെങ്കിൽ പപ്പടവും കൂടി ഉണ്ടാക്കണം. A few moments later. എനിക്ക് കിട്ടിയില്ല 3 കട്ടുന്നില്ലാട്ടെ, അതിനെ ഭാഗ്യം. ഇത് കോമഡി ആയിരുന്നു. വേഗം ഇറങ്ങി, ഇതിപ്പോ കത്തിത്തീരും. Happy birthday to you. Happy birthday to you. Happy birthday dear Sandra. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. കടക്കണ്ണിൽ മുഷിമിന്നും കുറിക്കണ്ണിൻ കവളത്തെ ഇങ്ങനെ എടുക്കത്തോണ്ട് കണ്ടില്ലേ? തീർന്നുപോയി. എല്ലാം തീർന്നോ? ഓക്കെ, നിങ്ങളിതിനാ ഉറക്കൊടിച്ചിരിക്കുന്നോ? ഇത് എവിടെ ഇടും ഇത് ഈ സാധനം? മറ്റേത് ഇപ്പൊ തന്നെ അവള് കേറി വരട്ടെ. ഫ്ലവർ അല്ല, അതുകൊണ്ട് ചെല്ലേ നടക്കാനേ.
എടാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അവളത് കട്ടിയായിട്ട് നല്ല മെനയല്ല ഞാൻ. ചേച്ചി എന്റെ ഡ്രസ് ഇട്ടോ തന്നെ ഇതൊക്കെ ആരും ശ്രദ്ധിക്കുന്നതായിരിക്കുന്നുണ്ടോ? ആ യൂട്യൂബിൽ വരൂലേ? അപ്പോഴും അത് ശ്രദ്ധിക്കൂ. ശ്രദ്ധിക്കും. എല്ലാവർക്കും യൂട്യൂബിലോ? അതെ, യൂട്യൂബിൽ വന്നാലും നീ ആയിരിക്കും മെയിന്. എന്റെ എന്തെങ്കിലും സന്തോഷായില്ലേ? സന്തോഷായില്ലേ? സന്തോഷായ കുട്ടിക്ക്? ഞങ്ങളെ പ്ലാൻ ഈ ഒരെണ്ണം കത്തിയിട്ടില്ല, ഒരെണ്ണം കത്തിക്കും. പക്ഷെ അവള് എവിടെ കേക്ക് മുറിക്കുന്നേരം നിന്നെ കാണുന്ന പോലെ നീയും പോകട്ടെ. ആ ഹാപ്പി ബർത്ത്ഡേ ടു. നിങ്ങൾ മാത്രമേ കാണാവുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ നിക്ക്. ഇല്ല ഞാനില്ല, ഇല്ല 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 ഇല്ല. ആ ഉദിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സാന്ദ്ര, happy birthday to you, may the good God bless you, may the good കുട്ടിക്ക് സന്തോഷ ജന്മദിനം, ജന്മദിനം കുട്ടിക്ക്. അതല്ലേ പറഞ്ഞേ അല്ലെ ആന്റിനെ വിളിക്കാം. കൈ കൊണ്ട് വിളിച്ചാൽ നിർത്തോ? ചളി പറഞ്ഞോണ്ടിരിക്കുന്ന ചെക്കൻ. ആ ഇംപ്രഷൻ. ചന്ദ്രചന്ദന കേക്ക് കിട്ടാൻ പറ്റില്ല. ചേച്ചി ക്രീം മാത്രമേ പഠിച്ചുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ. മതി മതി. ശക്തമായ പോരാട്ടോ. കേക്കല്ല പോയി. ഞാൻ സ്വന്തം കൈ പിടിച്ചത് നിങ്ങളാർക്ക് എനിക്ക് മേടിച്ചു തന്നത്. ഇത് എന്നെ കൊണ്ട് പോയി മേടിച്ച് പൈസ പോലെ തന്നോ? താങ്ക് യു. കണ്ട അത്ര വയസ്സ് തോന്നിക്കും. കണ്ടാ നല്ല പൈസ നിൽക്കും. ഇങ്ങോട്ട് ഇത് നമ്മളെ 4 പേര്, ആൽഫിന്റെയും അരവിന്ദിന്റെയും. ഇനി വാടാർന്ന് ഞാൻ അനുഗ്രഹിക്കാനുണ്ട് ഇവിടെ. നമ്മളെ 4 പേരെയും ഗിഫ്റ്റ്. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഞാൻ വണ്ടി പറയായിരുന്നു ചേച്ചി കൊറേ കാണൂലേ. നമസ്കാരം. ഒറ്റയ്ക്ക് ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ചേച്ചി ഒറ്റയ്ക്ക് പോയിട്ട് എടുക്കും. ഞങ്ങൾ പൊട്ടിച്ചോളൂ. അങ്ങനെ സാന്ദ്ര ദമ്മ പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ്. ബർത്ത്ഡേനെ ദിവസം സാന്ദ്ര തന്നെയാണ് ഇന്ന് ദമ്മ പൊട്ടിക്കുന്നത്. അതെനിക്ക് അറിയാൻ പാടില്ല. നിനക്ക് ആവശ്യമുള്ള നോക്കി നീ എടുത്തോ. ചുമ്മാ പറയല്ലേ? അല്ല ചേച്ചി ഏയല്ല
അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ സാന്ദ്രയുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. സാന്ദ്രക്ക് ഭയങ്കര സന്തോഷമായി, അടിപൊളിയായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ബൈ.